ഹലോ ഗായ്സ്, ഞാനപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കിടക്കുകയാണ്. അപ്പോൾ കിടന്നുകൊണ്ടൊരു വീഡിയോ ഇടണ്ടെന്നാണ് വിചാരിച്ചത്. ഇരിക്കാൻ ചെറിയ ബുദ്ധിമുട്ട്, അങ്ങനെയാണ് കിടന്നത്. സർജറി കഴിഞ്ഞ് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം വേറൊന്നുമല്ല. ഇങ്ങനെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡിലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണവും പറഞ്ഞു. കുറേ ഇൻസ്റ്റഗ്രാം പേജുകാർ അതെടുത്തിട്ട് റീൽസും പിന്നെ അവരുടേതായ കണ്ടൻറ്റ് വെച്ചിട്ട് അവർ കുറേ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്തു ആ വീഡിയോ. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അവരുടെ പേജിൽ അത് കിടപ്പുണ്ട് എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഇനി ഒരാൾ ചെയ്യണ്ടെന്ന് വെച്ചിട്ടൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ. ഒരുപാട് പേര് പറയുകയും ചെയ്തു. പക്ഷേ ആരെങ്കിലും വന്നോ നോക്കിയതാണ്. ഞാൻ പറഞ്ഞുതരാം. അപ്പം എനിക്ക് കൃപാസനം, ഞാൻ അതിനകത്ത് പറഞ്ഞു, എന്നെ കൃപാസനത്തിൽ പോകാൻ പറഞ്ഞപ്പോൾ എനിക്ക് മാതാവിൻ്റെ വിളി വന്നു. മാതാവിനെ ഞാൻ ഇങ്ങനെ കണ്ണടച്ചപ്പം മാതാവിനെയാണ് ഞാൻ കണ്ടത്. അപ്പം ആ ഒരു ഇതൊക്കെ വന്നപ്പം എനിക്ക് തോന്നി എന്നെ മാതാവ് വിളിക്കുന്നുണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടായി. അങ്ങനെ എനിക്ക് ആ ഒരു ഇതിൽ ഉടമ്പടി എടുത്തു. അവരുടെ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ദൈവം എന്നുവെച്ചാൽ നമ്മളെ ദൈവങ്ങളെ മറന്നിട്ടാണ് നമ്മൾ വേറൊരു ഇതിലോട്ട് പോകുന്നത്, അല്ലേ? നമ്മളെ ദൈവങ്ങളെ കൊണ്ട് കൊള്ളത്തില്ല, അല്ലെങ്കിൽ നമ്മളെ ദൈവങ്ങളെ നമ്മൾ വിശ്വസിച്ചിട്ടും എത്ര ഇത് ചെയ്തിട്ടും നമുക്ക് ഫലമില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ വേറൊരു വിശ്വാസത്തിലോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ദൈവത്തിൽ നിന്നും ഒരു ഫലം കിട്ടുന്നില്ല. നമ്മൾ വിളിക്കേണ്ട രീതിയിൽ വിളിക്കും. എൻ്റെ അനുഭവം സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ. ഞാൻ വിളിക്കേണ്ട രീതിയിൽ വിളിക്കും. അപ്പം ഞാൻ ഒരു കാര്യം കാണാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ അടുക്ക് പോയിട്ട് കാര്യമില്ല. നമ്മൾ നിരന്തരമായ ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തിനോട് അടുപ്പവും കാണത്തുള്ളൂ, ആ ദൈവത്തിനും നമ്മളോടൊരിത് കാണത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. നമ്മൾ നിരന്തരം അല്ലാതെ ഞാനിപ്പോൾ എനിക്കൊരു പരീക്ഷ, അല്ലെങ്കിൽ എനിക്കിപ്പം പ്രഗ്നൻസി, അപ്പം ഞാൻ അതിപ്പം പ്രഗ്നൻ്റ് ആവില്ലെന്ന് അറിയാൻ വയ്യ. പീരീഡ്സ് കഴിഞ്ഞ് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തോ അല്ലെങ്കിൽ നോർമൽ കോണ്ടാക്റ്റ് കഴിഞ്ഞിട്ട് ഇത്ര ദിവസം കഴിഞ്ഞ് നമുക്ക് ഒരു ടൈം ആകുമ്പോൾ അപ്പത്തൊട്ട് നമ്മൾ ഭഗവാനെ വിളിച്ചു തുടങ്ങിയാണ്. ഭഗവാനെ അതുവരെ നമ്മൾ ആ ഏരിയയിലേ പോകാതെ ഭഗവാനോട് ആ കാര്യങ്ങളെക്കുറിച്ച് വലുതായിട്ട് പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ ഭഗവാനെ തിരിഞ്ഞു നോക്കാതെ കണ്ട് ആ ഒരു സമയം കാര്യം കാണാൻ വേണ്ടി മാത്രം വിളിക്കുമ്പം ഒരു ഇതിലുള്ള ദൈവം നമുക്ക് എന്ത് ചെയ്യത്തില്ല, തരത്തില്ല. അപ്പം ഞാൻ ഈ മാതാവിൽ ഇത് ചെയ്ത് എല്ലാവരും പറഞ്ഞു ഇതാണ് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് ഒരുപാട് മാതാവ് വിളിക്കുന്നതായിട്ടുള്ള കുറേ ഇതെൻ്റെ ഇതിൽ വന്നു. കൃപാസനം പത്രം കയ്യിൽ വരുന്നു, എവിടെ പോയാലും അതിൻ്റെ ഒരു തുണ്ട് കീറെങ്കിലും കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും മനസ്സിൽ തോന്നത്തില്ലേ, ഇത് മാതാവിൻ്റെ വിളിയാണ്. പക്ഷെ നമുക്ക് അവിടം വരെ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പോയ വീട്ടിൽ കാവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചാരാധനയ്ക്കുള്ളൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ആ വീട്ടിൽ നമുക്ക് വേറൊരു അന്യ ദൈവത്തിനോടുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞൊരാൾ, പുള്ളിക്കാരൻ ന്യൂട്രലാണ് കേട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞ് നമുക്ക് ഇതുവരെ ഒന്നും ആയില്ലല്ലോ, അഥവാ ഇനി നീ മാതാവിനെ വിളിച്ചിട്ടാണ് നമുക്കൊരു കുഞ്ഞിനെ കിട്ടാനൊരു യോഗം ഉള്ളതെങ്കിൽ അങ്ങനെ എന്നിങ്ങനെ പറഞ്ഞ്. അപ്പം ഞാനും അപ്പോൾ പുള്ളിയെന്ന് വെച്ച് പുള്ളിയുടെ ദൈവങ്ങളെ ഒന്നും തള്ളി പറഞ്ഞിട്ടില്ല. പുള്ളി പറയും, നീ എന്ത് ചെയ്താലും ശരി തന്നെ നമ്മുടെ കാവും നമ്മുടെ ഇതും വിട്ടിട്ട് നീ ഒരു ഇതിലോട്ട് മാറരുത്, നമ്മുടെ ആ ഒരു വിശ്വാസത്തിൽ തന്നെ പോകണം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പം ഞാൻ വിളക്ക് കത്തിക്കാൻ പോവാത്ത ഒരു കുറച്ച് സമയമായിരുന്നു അത്. കാര്യം ഞാൻ IVF കഴിഞ്ഞ് അത് ശരിയായില്ല. പിന്നെ പീരീഡ്സൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓവറായിട്ട് എനിക്ക് കാവിൽ കയറാനൊരു പേടിയൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോഴാണ് ഈ മാതാവിൻ്റെ ഒരു ഇതിലോട്ട് വരുന്നത്. അങ്ങനെ അവർക്ക് പിന്നെ അങ്ങനത്തെ ഇതൊന്നുമില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പ്രഗ്നൻസിക്കൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു ടൈമുണ്ടല്ലോ, ആ ഒരു ടൈമൊക്കെ വരുന്ന ഇടയ്ക്ക് എൻ്റെ കയ്യിലൊരു കൊന്ത കിട്ടുന്നു, വെഞ്ചരിച്ച കൊന്ത. ഈ കൊന്ത ഞാൻ ഇതിലോട്ട് വിശ്വസിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് ചെറിയ നെഗറ്റീവായിട്ടുള്ളൊരു ഇത് കിട്ടാൻ തുടങ്ങി. ഫീലിങ്സും നെഗറ്റീവായിട്ട് ചില കാര്യങ്ങളുടെ ഇതിലോട്ട് വന്നു തുടങ്ങി. അങ്ങനെ ഇരുന്നിട്ടാണ് ഈ കൊന്ത കൈ കിട്ടുന്നത്. ഈ കൊന്ത കിട്ടിയപ്പം നമ്മളെ ദൈവങ്ങളെ മറന്ന് മറ്റൊന്നിലോട്ട് പോയാൽ നമുക്കുണ്ടാകുന്ന അനുഭവം എന്താണ് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ വരുന്നത്.
കൊന്ത കിട്ടുമ്പോൾ ആക്ച്വലി എനിക്ക് പീരീഡ്സ് ആവേണ്ടത് ഇനി ഒരു 10 ദിവസത്തിനും പുറത്തുണ്ടെന്ന് വെച്ചോ. ഉണ്ട്, എന്തായാലും ഒരു 8-10 ദിവസത്തിനും പുറത്തുണ്ട് എനിക്ക്. പക്ഷേ ഈ കൊന്ത കയ്യിൽ മേടിച്ച സഡൻ എനിക്ക് ഇത് വയറുവേദനയായി. ഞാൻ വിചാരിച്ചു വയറിന് വേദനയായിരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ വന്നു ഈ കൊന്തയും കൊണ്ടുവന്നിട്ട് പിന്നെ എനിക്ക് നിൽക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ നോക്കിയപ്പം സത്യം പറഞ്ഞാൽ അവിടെ കൊന്ത കയ്യിൽ മേടിച്ചപ്പോഴേ എനിക്ക് പണിപാളി. എന്നിട്ട് ഞാൻ വിശ്വാസം വിടുന്നില്ല കേട്ടോ. അതിൽ തന്നെ അതൊക്കെ ഒരു ഇതായിരിക്കാം, സമയമായി അത് നേരത്തെ വന്നതായിരിക്കാം എന്ന് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരത്തെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവിടെ ജോലിക്ക് ചേച്ചിയും ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ട് പരസ്പരം കാര്യങ്ങളൊക്കെ. അപ്പം ആ ചേച്ചി ചോദിച്ചു, ഇത്രയും നേരത്തെയാണോ, ഭയങ്കര വേദന. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്നൊരു ടൈം കൂടെയാണ്. പെട്ടെന്നാണ് ഇത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഭയങ്കരമായ വയറുവേദന, ഒട്ടും താങ്ങാൻ പറ്റാത്ത വേദനകളായിരുന്നു. അതിൽ ക്ലോട്ട് പോലെയൊക്കെ വന്ന് എനിക്ക് തോന്നി ഞാൻ അബോർട്ട് ആവുന്ന ഒരു ഫീലിങ്ങൊക്കെ എനിക്കുണ്ടായി കേട്ടോ. അതും കഴിഞ്ഞ് ഈ കൊന്ത ഞാൻ എന്നിട്ടും വിശ്വാസത്തോടെ കഴുത്തിലൊക്കെ ഇട്ടു. ഇത് ഞങ്ങളെ വീട്ടിൽ എൻ്റെ അമ്മായി മദറിലോയ്ക്ക് അറിയത്തില്ല, ഹസ്ബൻഡിനറിയാം എൻ്റെ കഴുത്തിൽ കൊന്ത ഉണ്ടെന്നറിയാം. അവിടെ കൊന്ത ഞാൻ ഇടുന്നത് എപ്പോഴും ഇടാറില്ല. ഞാൻ കാവി കയറുമ്പോൾ കൊന്ത ഇടാറില്ല, ഭുജമുറി കയറുമ്പോൾ ഇടാറില്ല, അല്ലാതൊക്കെ ഇടാറുള്ളൂ. പീരീഡ് സമയത്ത് പിന്നെ അത് ഉപയോഗിക്കുമ്പം ആരും അറിയുന്നില്ലല്ലോ, കാവിലൊന്നും പോകുന്നില്ലല്ലോ. അങ്ങനെ ഇന്നൊരു ദിവസം യാദർച്ചയായിട്ട് എൻ്റെ ഹസ്ബൻഡ് അങ്കിൾ ഈ സാധനം കാണുന്നു. അപ്പം ഞാൻ നേരെ ഈ അങ്കിളിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ എൻ്റെ അങ്കിൾ ഇരിക്കുന്നതിൻ്റെ നേരെ കാണുന്ന ദേവിയാണ്. ഞങ്ങളുടെ അത്രയിൽ നാഗേശ്വരമ്മയുടെ ഇതാണ്. അപ്പം അങ്കിൾ പറഞ്ഞു ദേവിയാണ്, അങ്കിളിന് ഇത് കാണിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി, പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ തരണം ചെയ്തു കേട്ടോ. പിന്നെ പുള്ളിയായിട്ട് എല്ലാം സോൾവ് ആയി. അപ്പം ആ ഒരു ടൈം എന്നെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ടൈമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു കൊന്തയുടെ പ്രശ്നങ്ങളും ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ശ്രീകൃഷ്ണ ജയന്തി വരുന്നത്. ഇപ്പോഴത്തെ ശ്രീകൃഷ്ണ ജയന്തി വരുന്നതിന് മുന്നേ എൻ്റെ മനസ്സിനകത്തിരുന്ന് എന്തോ ഒരു വല്ലാത്തൊരു എനിക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഒരു വിഷമവും. എനിക്ക് കൃഷ്ണനെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ കൃഷ്ണൻ രാധയായിട്ടുള്ള. അപ്പോൾ എനിക്ക് അന്നേ കൃഷ്ണനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അത് പൊട്ടിപ്പോയപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. അത്രയ്ക്കും കൃഷ്ണനോട് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിയിലെ. അപ്പം ഞാൻ കണ്ണാന്ന് വിളിച്ചിട്ട് എനിക്ക് കിട്ടിയ ആളും എൻ്റെ പേരും കണ്ണൻ എന്നാണ്. അതുമൊക്കെ ഒരു കഥയാണ്. ഈ കഥകൾ നീട്ടി പറഞ്ഞുകൊണ്ട് പോയാൽ നിങ്ങൾക്കും ബോറടിക്കും. അപ്പം ഈ പുള്ളിക്കാരൻ്റെ കല്യാണാലോചന വന്നു കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ കാണാൻ വരുമ്പോഴത്തേക്കാണ് പുള്ളിയുടെ പേര് കണ്ണൻ എന്നാണെന്ന് ഞങ്ങൾ അറിയുന്നത്. അത് എല്ലാവരും എന്നെ കളിയാക്കുകയും ചെയ്തായിരുന്നു. നീ കൃഷ്ണൻ്റെ ഫോട്ടോയും കൃഷ്ണനെയും ആരാധിച്ച് കിടന്നിട്ട് നിനക്ക് ഇനി കിട്ടുന്ന ആൾ കണ്ണനായിരിക്കുമോ? എൻ്റെ കല്യാണ ലെറ്ററിൽ പോലും ഉണ്ണിക്കണ്ണനെയും കൃഷ്ണൻ രാധയുടെ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടാണ് ലെറ്റർ അടിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു വ്യക്തിയാണ് മറ്റൊരു ഇതിലോട്ട് എന്ത് ചെയ്തത്, പോവാനായിട്ട് ശ്രമം നടത്തിയത്. ആ ഒരു സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള മൊത്തം നമ്മുടെ ബാഡായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് സംഭവിച്ചത് മൊത്തം. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കാതെ മറ്റൊന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇതെപ്പം പറയും, നിൻ്റെ ദൈവം നിനക്ക് ശിക്ഷയല്ലേ തന്നതെന്ന് ചോദിക്കും. എന്നാൽ മാതാവ് ശിക്ഷിക്കത്തില്ല. അപ്പോൾ പലരും പല രീതിയിലാണ് പറയുന്നത്. ഞാൻ പറയും മാതാവ് ശിക്ഷിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ദൈവങ്ങളാണെങ്കിൽ അങ്ങനെയില്ല, നീ വിശ്വസിക്കുന്നൊക്കെ പലരും പറഞ്ഞു നോക്കി. പക്ഷേ എൻ്റെ മനസ്സിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഇല്ല, നീ വിളിച്ചിരുന്ന ഭഗവാനെ നീ മറന്നു. നിൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം നീ ഭഗവാനെ വിളിച്ചുകൊണ്ടാണ് എനിക്ക് അനുഭവങ്ങൾ മൊത്തവും വന്നതെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് എനിക്ക് ഏകദർശനമായിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്ന സമയത്ത്, ഇപ്പോൾ അടുത്ത റീസെൻ്റ് ബർത്ത്ഡേ ആയിരുന്നല്ലോ, അപ്പോൾ എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നു. അതായത് ഹരേഷ്ണയുടെ നാമം എഴുതുന്ന എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ്, അങ്ങനെ കുറേ പേജുകളുണ്ടല്ലോ, അതിൽ എങ്കിലും എൻ്റെ കൃഷ്ണ അവരുടെ നിന്ന് എനിക്കൊരു നാമം എഴുതുന്ന പുസ്തകം മേടിച്ച് തന്നു. അപ്പം ഇതെല്ലാം എൻ്റെ കയ്യിലോട്ട് വന്നു. ഇതെല്ലാം എനിക്ക് ഭഗവാനാണ് കൊണ്ടുവന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. അത്രയും ഇതായിട്ട് ഞാൻ ഭഗവാനെ വിശ്വസിക്കുകയും ഭഗവാനെ വിളിക്കുകയും ഭഗവാന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്.
പക്ഷേ എനിക്ക് ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് ഭഗവാനെ പൂജിച്ചതിലും. കാര്യം എൻ്റെ സ്ഥലപരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഭഗവാന് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പല പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. വെച്ചാൽ തെറ്റെന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്ലേസ് ചെയ്ത് വെച്ചത് ഞാൻ ഫ്രിഡ്ജിനകത്ത്, അതാണ് ഞാൻ പറയാൻ വന്നത്. എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ പൂജാമുറിക്കുള്ള സ്ഥലമൊക്കെ പോയ സമയത്ത് ഞാൻ എൻ്റെ ഭഗവാനെ വെച്ചത് ഒരു പഴയ ഫ്രിഡ്ജിനകത്താണ്. അപ്പം അതിനകത്ത് വെച്ചിട്ട് ഞാൻ തുറക്കും പൂജിക്കും. പക്ഷേ നമ്മൾ ആ ഫ്രിഡ്ജിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ കൊണ്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഭഗവാൻ എനിക്ക് തന്നത് നല്ല അനുഭവങ്ങളാണ്. കാര്യം ആ സമയത്താണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കിട്ടുന്നത്. ഇത്രയും നല്ലൊരു ആളിനെ എനിക്ക് ഹസ്ബൻഡിന് ഭർത്താവായിട്ട് തന്നു ഭഗവാൻ. ഞാൻ ആ സമയത്ത് ഒത്തിരി സന്തോഷിച്ച സമയങ്ങളായിരുന്നു. ആദ്യം കുറച്ച് സങ്കടങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്നാലും എനിക്ക് തന്നത് ഒരു നല്ലൊരാളിനെ തന്നില്ലയോ ഈശ്വരൻ. അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് സങ്കടമില്ലാതെ, അവർക്ക് ഞാനൊരാളേ ഉള്ളൂ. അപ്പോൾ അവർ കണ്ണടഞ്ഞ് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഇത്രയും ദുരിതമാണല്ലോ എന്ന് ആലോചിക്കാണ്ട് നല്ലൊരാളിനെ തന്നല്ലോ, അതെല്ലാം എനിക്ക് ഭഗവാൻ തന്നാണെന്നുള്ളൊരു ചിന്ത. ഒരുപാട് ഞാൻ കൃഷ്ണനെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞാൻ എല്ലാം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ഭഗവാനോടുള്ള ഒരിത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങൾ കാണും. നമ്മുടെ അത് ഹിന്ദുക്കളാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ക്രിസ്ത്യൻസിന് അവരുടെ വിശ്വാസം കാണും. നിങ്ങൾ ആലോചിച്ചും കണ്ടും വേറൊന്നിലോട്ട് മാറുക. നിങ്ങൾക്ക് പലർക്കും ഇങ്ങനെ ഏതെങ്കിലും അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ഒരുപാട് അനുഭവിച്ചു. ഞാൻ ഫുള്ളും ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. ഞാൻ കൃപാസനത്തിൻ്റെ ഉപ്പ് അവരുടെ തൈലം കിട്ടത്തില്ല, ഉടമ്പടിയൊക്കെ അവിടെ പോയി എടുത്താലേ കിട്ടുള്ളൂ. ഒരു തേനൊക്കെ മേടിച്ചു, അതിനെനിക്ക് പറ്റിപ്പ് ഉണ്ടായിരുന്നു. തേനും ഉപ്പുമൊക്കെ കിട്ടി എന്നുള്ള നേരം അവർ എല്ലാ സാധനങ്ങളും പറഞ്ഞതെല്ലാം ഒന്നും എനിക്ക് അയച്ചു തന്നില്ല. പിന്നെ ഉപ്പ് ഞാൻ വേറൊരാൾക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ടായി. അത് കിട്ടിക്കഴിഞ്ഞിട്ട് മൊത്തം ബാഡായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. പക്ഷേ ഇപ്പം മനസ്സിനൊരു സമാധാനമുണ്ട്. കാര്യം ഞാൻ എൻ്റെ ഭഗവാനെ വിളിക്കുന്ന, ഭഗവാനോട് ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറയുന്നു. ഞാനൊരു പാവിയാണ്, എന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഭഗവാന്റെ അടുത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുള്ളതും നാമം എഴുതാറുള്ളതും. അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവം. ഇത് ഞാൻ നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചു. കാര്യം ഒരുപാട് പേര് കൃപാസനത്തിൽ പോകാൻ പറഞ്ഞ് കൃപാസനത്തെക്കുറിച്ച് മാതാവ് എന്നെ വിളിച്ചപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടു കേട്ടോ. കാര്യം എല്ലാം എനിക്ക് തോന്നുന്നത് എല്ലാം എനിക്ക് ഭഗവാൻ തന്നൊരു പരീക്ഷണമായിട്ടാണ് തോന്നുന്നത്. കാര്യം പിന്നീട് ഞാൻ ആ ഒരു ഇതിൽ നിന്ന് എൻ്റെ ഭഗവാനിലോട്ട് വന്നപ്പോൾ എനിക്ക് കൃപാസനം പത്രം കിട്ടുന്നില്ല, മാതാവിൻ്റെ രൂപം എൻ്റെ മനസ്സിൽ വരുന്നില്ല, അല്ലെങ്കിൽ എനിക്കങ്ങനെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് തോന്നിക്കുന്നില്ല. ഇതിനോടൊന്നും ഒരിതും വരുന്നില്ല എൻ്റെ മനസ്സിൽ. കാര്യം ഞാൻ എൻ്റെ ഭഗവാനെ വിളിച്ചു, ഞാൻ എൻ്റെ മാപ്പപേക്ഷിച്ചു, എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയാണ് എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു തുണ്ട് കീറ് പേപ്പറെങ്കിലും കിട്ടും. ഇപ്പം അങ്ങനെ ഒരു സംഭവമേ പിന്നെ അതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ അന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന എല്ലാം നെഗറ്റീവ് അനുഭവങ്ങളാണെങ്കിൽ ഇപ്പം എല്ലാം പോസിറ്റീവായിട്ടാണ് വരുന്നത്. കുറേയേറെ പോസിറ്റീവ് അനുഭവങ്ങൾ എനിക്ക് ഈ അടുപ്പിച്ചുണ്ടായിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഭഗവാൻ കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.